ഹല്ലേലൂയ. പഠിച്ചു വളരുന്ന ചില കുഞ്ഞുങ്ങൾ, പഠിച്ച് ഉയരുന്ന ചില കുഞ്ഞുങ്ങൾ, അവർ പഠിച്ച് ശക്തരായി വരുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ചില ഡിസ്ട്രാക്ഷൻസ്, അവർക്ക് തലവേദനകൾ, അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് എന്ന് വേണ്ട എന്തെന്നില്ലാത്ത ചില പ്രതിസന്ധികൾ കുഞ്ഞുങ്ങൾക്കെതിരെ നേരിടുന്നുണ്ട്. ഇന്നതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിൻ്റെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കിയതുപോലെ ഇനിയും ഒരുവനെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് മുറിപ്പെടുത്താൻ പറ്റാത്തതുപോലെ ഒരു പെർമനന്റ് ഡെലിവറൻസ് ഇന്ന് പകലിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Hallelujah. As the children learn and come forward, they have headache and everything, they're not able to continue. But today, just as Paul and Silas prayed and they found the root cause, similarly we have to find the root cause today and we have to break it. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിന്റെ അകത്ത് എനിക്കൊരു പെർമനന്റ് വിടുതൽ വേണം? How many of you desire that today in my family there has to be a permanent deliverance? എനിക്ക് വാതിൽ തുറന്നാ പോരാ. Today just the doors should not be open. ഒന്നോ രണ്ടോ മൂന്നോ വാതിൽ തുറന്നതുകൊണ്ട് ഞാൻ തൃപ്തനല്ല. If it's just one or two or three doors that are open, I'm just not happy with it. എനിക്ക് വേണ്ടത് അടിത്തറ ഇളക്കുന്ന വിടുതലാ. What I need is a deliverance which shakes the foundation. അഭിഷക്തന്മാരെ പീഡിപ്പിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കണം. It should the foundations of the thing should be broken. അഭിഷക്തന്മാരെ പീഡിപ്പിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുക്കണം. The foundations of the prisons which give tribulations to the anointed one should be broken. കർത്താവേ, ഇന്ന് പകൽ അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. Today I desire for it. ഒരു നിമിഷം ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. Whoever desires for it, if you could stand up on your feet. ഈ സമയം ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് ചില വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Today as we give the altar call, today we are going to pray for some deliverance. ശത്രു പറയും നീ കാളയാണ്. ശത്രു പറയും നീ The കാളയാണ്. evil says that you are something. But ബിലയാം പറയുന്നു നീ കാട്ടുപോത്താണ്. Balaam says that you are a wild boar. നീ ഒരു സിംഹിയാണ്. You are a lioness. നീ ഒരു ബാലസിംഹമാണ്. You are a lion. നീ ഒരു സിംഹമാണ്. You are a lion. നിന്നെ കീഴ്പ്പെടുത്താൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. No power is going to put you down. കാരണം എൻ്റെ അകത്ത് തിന്മയില്ല. Because there is no bad in you. ഏതെങ്കിലും തിന്മകൾ അകത്തുണ്ടെങ്കിൽ പറ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. If there is anything bad in you, God, tell God that God forgive me today. ഇന്നലകളിൽ ഇസ്രായേലിന് കഷ്ടത ഉണ്ടായിരുന്നു. Yes, yesterday there were problems in Israel. പക്ഷേ ഇന്ന് കണ്ണ് തുറക്കുന്നത് നന്മ കണ്ടുകൊണ്ട്, ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ കണ്ണടയ്ക്കുന്നത് നന്മ കണ്ടുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് പകൽ നന്മകളുണ്ട്. വചനം പറയുന്നു യാക്കോബിൽ ഇപ്പോൾ കഷ്ടത ദർശിക്കാനില്ല. But today when you open your eyes there is blessing, when you close your eyes there is blessing. Today as the word of God says in Jacob, there is nothing like it. അതിന്റെ കാരണം യഹോവ അവരുടെ നടുവിലുള്ളത്. That is because God is among them. യഹോവ അവരുടെ നടുവിലുള്ളതുകൊണ്ട്, because God is among them. ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട്. We are here today because God's presence is here. എത്രയോ അന്ധകാര ശക്തികൾ നമുക്കെതിരെ പടപൊരുതിയത്. There were many darkness that came against us. നമ്മളെ തകർത്ത് കളയാൻ, to destroy us, നമ്മുടെ കുടുംബങ്ങളെ ഇല്ലാതെയാക്കുവാൻ, to destroy our families. പക്ഷേ വാഗ്ദത്തമുള്ളതുകൊണ്ട്, because we have a promise, ദൈവം ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. God has made us to stand. തിന്മയില്ലാത്തടത്ത് കർത്താവ് കാണും. When there is nothing bad, God will be there. കർത്താവ് ഉള്ളിടത്ത് രാജകോലാഹലം ഉണ്ടാകും. Where there is king, where there is God, there is a rejoicing. അവിടെ ആരാധന ഉണ്ടാകും. There will be worship. എന്താ ബാലാക്കിന് മോവാബ് ദേശം ബാലാക്കിന്റെ അധികാരത്തിന്റെ പരിധിയിലായിരുന്നെങ്കിലും അവരുടെ ഒരു രോമത്തെ തൊടാൻ ശത്രുവിന് കഴിഞ്ഞില്ല. The evil was not able to touch even the hair of his, though he was in their territory. കാരണം അവർ വാഗ്ദത്തത്തിലേക്ക് പോകാൻ ഇറങ്ങിയവരാ. Because they are the ones that started to go into a promised land. അവരിങ്ങനെ കാണുന്ന വഴിയിലൂടെ നടന്നു പോകുകയല്ല. വായിച്ചില്ലേ, ദൈവം അവരെ കൊണ്ടുവരുന്നു. They were just not wandering around, but God brought them. ദൈവം കൊണ്ടുവരുന്നിടത്തൂടെ പോയാൽ മതി എന്ന് വിശ്വസിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചേ. How many of you believe that yes, I want to go through the way that God would want to take me to? If you would like, please pray. ദൈവം ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു സ്കെച്ചും പ്ലാനും എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ കർത്താവ് എന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വഴിയിലൂടെ എനിക്ക് പോയാൽ മതി എന്ന് പറയുന്ന സ്റ്റുഡൻസ് എത്ര പേരുണ്ട് ഇവിടെ?
There how many students are here who would like to say that I would like to go through the path that God has prepared for me, a master plan that God has prepared for me. കുഞ്ഞുങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ വാഗ്ദത്തമുള്ള സന്തതികളാണ്. Looking at the children, let me tell you that you all have promises, children. വാഗ്ദത്തമുള്ളവന് എല്ലാം അനുകൂലമാകില്ല. When you have promises, everything will not be for you. വാഗ്ദത്തമുള്ളവന് എല്ലാവരും അനുകൂലമാകില്ല. The ones that have the promises, everyone will not be for you. പക്ഷേ വാഗ്ദത്തം തന്നവൻ നിനക്ക് അനുകൂലമാ. But the one that gave the promise will be for you. വാഗ്ദത്തം തന്നവൻ അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി എഴുന്നേൽക്കുന്ന എത്ര പ്രബല ശക്തികളും തീങ്കൽ മെഴുകുരുകുന്നത് പോലെ, സൂര്യപ്രകാശത്തിൽ മഞ്ഞുരുകുന്നത് പോലെ ആ പ്രതിസന്ധികൾ ഇന്ന് പകൽ അത് മെൽട്ടായി പോകും, ഒന്നുമില്ലാതെയായി പോകും. കരങ്ങൾ അടിച്ച് അല്പസമയം ആ വിടുതലെന്ന് സഭ ഏറ്റെടുക്കട്ടെ. കുടുംബങ്ങളുടെ അകത്തേക്ക് ആ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് കൂടെയുണ്ടെങ്കിൽ, ദൈവം കൂടെയുണ്ടെങ്കിൽ, ആരാധനയുള്ളിടത്ത്, പ്രാർത്ഥനയുള്ളിടത്ത് അന്ധകാരത്തിന്റെ ശക്തികൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. വിശ്വസിക്കുന്ന പറയുന്ന മകൾ ഒരുമിച്ച് ഞാൻ മോവാബിൽ തീരാനുള്ളതല്ല. I am not someone who should be finished in Moab. ഞാൻ ബാലാക്കിന്റെ ശാപത്തിൽ കുടുങ്ങിപ്പോകാനുള്ളവനല്ല. I am not someone who should be entrapped in the curse of Balak. ആരൊക്കെയോ ഏതൊക്കെയോ മല കയറുന്നെന്ന് എനിക്കെതിരെ. There are some people who are climbing mountains against me. ആരൊക്കെയോ എനിക്കെതിരെ മല കയറുന്നു. There are some people who are climbing mountains against me. യേശുവിന്റെ നാമത്തിൽ നീ മല ഇറങ്ങി വരത്തേ ഉള്ളൂ. ആ മലയിൽ നിന്നുകൊണ്ട് എന്റെ ജനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിനെതിരെ കയറുന്ന മലകൾ ആത്മാവിൽ ആരാധിച്ചിന്ന് മകൾ ജയമെടുക്കാമെങ്കിൽ നിനക്കെതിരെ ശത്രുവായവൻ ഒരുക്കുന്ന സകല പദ്ധതികളും ഇന്ന് മകൾ സ്വർഗം അത് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാ. നിനക്കെതിരെ നിന്റെ വാഗ്ദത്തത്തെ തടയുവാൻ വേണ്ടി ഒരുക്കുന്ന യാഗങ്ങളും ബലികളും അതൊന്നുമില്ലാതെയായി പോകാൻ പോകുക. All the sacrifices that are being prepared against your promises, everything is going to be nothing. ഏത് മല കയറിയാലും ഒന്നും നടക്കത്തില്ലെന്ന്. Whatever mountain be climbed, nothing is going to happen against you. ആരെല്ലാം നിനക്കെതിരെ മല കയറിയാലും ഉരുണ്ട് കളിച്ചാലും നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. Whoever it may be who may be climbing the mountains against you, nothing is going to come against you. നിന്റെ പേര് പറഞ്ഞ ആരൊക്കെ എന്തൊക്കെ വസ്തുക്കൾ അർപ്പിച്ചെന്ന് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. In your name many people may do many sacrifices, but nothing is going to come against you. സ്വർഗ്ഗം അതിനെ ക്യാൻസൽ ചെയ്യാൻ പോകുകയാ. Heaven is going to cancel that today. ആത്മീകത്തിന്റെ പേര് പറഞ്ഞ് നിനക്കെതിരെ ശത്രുവായവൻ ഒരുക്കുന്ന സകല പദ്ധതികളെ സ്വർഗ്ഗം ക്യാൻസൽ ചെയ്യാൻ പോകുകയാ. In the name of the spirituality, they are preparing many things against you. All of that, the heaven is going to cancel that today. ചില ഉദരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. In some bodies, God's power is coming down. ചില ഉദരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. Some bodies that the power of God is going to come down. ചില തലമുറകൾ വെളിപ്പെട്ടു വരുന്നു. In some generations the power is coming. ചില തലമുറകൾ വെളിപ്പെട്ടു വരുന്നു. And in some generations it's coming up. എല്ലാ മോവാബ്യ ശാപങ്ങൾ നിന്നെ വിട്ട് മാറുന്നു. All the curses of the Moabites is going to go away. നീ ശപിക്കപ്പെടാനുള്ളതല്ല. You are not to be cursed. നീ ശപിക്കപ്പെടാനുള്ളതല്ല. You are not to be cursed. നീ തന്റെ തലമുറ ശപിക്കപ്പെടാനുള്ളതല്ല. The generation is not to be cursed. നീ അടിത്തറ ഇളക്കുന്ന അഭിഷേകമുള്ളവനാ. You are someone who has the anointing which can break the foundations. യേശുവേ നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ദൈവാത്മാവ് ആവർത്തിച്ച് സഭയോട് ചോദിക്കുന്നു, കുഞ്ഞെ നീ പെയിൻ ഇല്ലാത്തത് കൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നത്? Holy Spirit repeatedly asks the church, is it because that you do not have a pain and that is the reason you are not praying? സഭയ്ക്കുള്ള പെയിൻ പോലും നിനക്ക് നിന്നെ കുറിച്ചില്ലല്ലോ പത്രോസേ. Peter, you do not even have the pain that the church has for you. ദൈവദാസനെ സഭ ഉണർന്ന് പ്രാർത്ഥിക്കുക. The church is praying. ആരുടെ പേര് പറഞ്ഞ്? Whose name or in whose name?
പത്രോസിന്റെ പേര് പറഞ്ഞ് സഭ ഉണർന്ന് പ്രാർത്ഥിക്കുക. I mean, they're saying Peter's name and they are praying. പത്രോസ് എന്തിയേ? And where is Peter? പത്രോസ് എന്തിയേ? Where is Peter? എന്താ ഉറങ്ങുന്നതിന്റെ കാരണം? What is the reason that he's asleep? പൗലോസിനും ശീലാസിനുമുള്ള പെയിന് പത്രോസിനില്ല. Because Paul, the pain that Paul and Silas has, the Peter does not have. ഒരു നിമിഷം ദൈവത്തോട് നന്ദി പറഞ്ഞേ. 1 minute, if you could be thankful to God. അപ്പാ, എനിക്ക് പെയിൻ ഇല്ലാത്തതിനായി സ്തോത്രം. Father, I thank you because I do not have pain. പക്ഷേ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. But God, I was asleep in my comfort zone. എന്നോട് ക്ഷമിക്കണമേ. God, please forgive me. ഓ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും യേശുവിന്റെ നാമത്തിൽ രക്ഷകനാ അന്ത്യശ്വാസം വരെയും പാടാമോ ഒരിക്കൽ കൂടെ? ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി. കാലം കഴിയുന്നു, നാളുകൾ പോയി. പ്രത്യാശയോടെ കർത്താവ് വരവ് സമീപമാ മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ ആത്മാവിനാൽ സഭ ചേർന്ന് പാടാമോ? യാത്ര ചെയ്യോ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പ്രിയരെ, Dear ones, മിസ്രൈമിൽ കിടന്നപ്പോൾ കഷ്ടത സഹിക്കാൻ കഴിയാതെ കുഴഞ്ഞു മറിയുകയായിരുന്നു. when they were in Egypt, they could not bear all the troubles that were on them. കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇല്ല, They did not have the proper raw materials. അതിനുള്ള സൗകര്യങ്ങളൊന്നും അവർക്കില്ല. ജോലി സ്ഥലത്ത് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആണ്. They did not have everything that they need, and in the workplace they had lot of difficulty. ജോലിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല, പക്ഷെ പോയേ പറ്റൂ. They did not have a desire to go to work, but they had to go. ഇസ്രായേൽ മക്കൾക്ക് ഇഷ്ടിക ഉണ്ടാക്കാൻ ആ ഇഷ്ടിക കളത്തിലേക്ക്, ആ വർക്ക് പ്ലേസിലേക്ക് പോകുവാൻ ഒട്ടും താല്പര്യമില്ല, പക്ഷെ കരഞ്ഞുകൊണ്ട് ജോലി സ്ഥലത്ത് പോകും. For the Israelites, they did not have enough, and they did not have the desire to go and make the bricks, but they had to cryingly go. വർക്കിംഗ് അവേഴ്സ് കൂട്ടി, The working hours were increased. വേജസ് കുറച്ചു. The wages decreased. നിലവിളി തുടങ്ങി. They started to cry out, അത് ദൈവം കണ്ടു. and God saw it. അധ്വാനിച്ചതിന് അനുസരിച്ചുള്ള കൂലി കിട്ടാതെ കഷ്ടപ്പെട്ട ജനം ഇപ്പോൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടിക ഉണ്ടാക്കണ്ട. നേരം വെളുക്കുമ്പോൾ സ്വർഗീയ പട്ടണം അവരുടെ കാൽക്കലുണ്ട്. വൈകുന്നേരമാകുമ്പോൾ വൈകിട്ട് കഴിക്കേണ്ട ഡിന്നർ അവരുടെ വീടിന്റെ മുൻപിൽ 2 മുഴത്തിൽ പൊങ്ങി നിൽപ്പുണ്ട്. ഇന്നലകളിലെ കഷ്ടത ഇപ്പൊ ഇല്ലെന്നാ ഭക്തൻ പറയുന്നത്. People who did not get enough wage for the work that they did, but today in the morning they have food to eat, and in the evening they have the food to eat, and they do not have any of the problems that they had before. സുഖം വർദ്ധിക്കുമ്പോൾ As you have all the needs and everything met, ദൈവത്തെ മറക്കല്ലേ. you should not forget God. ഇന്നലത്തെ കഷ്ടതയെല്ലാം ദൈവം മാറ്റിയതാ ദൈവമക്കളെ. God took away all of the problems and troubles that you had in the yesterdays.
ദൈവം നടത്തുന്ന വിധങ്ങളെ മറക്കല്ലേ. We should not forget the ways that God lead us. ബിലെയാം നോക്കുമ്പോൾ പറയുക, യാക്കോബിൽ കഷ്ടത കാണാനേയില്ല. Balaam looks at Jacob and says that there is no trouble that I see in Jacob. ഒരപ്പത്തിന് വേണ്ടി കൊതിച്ച നാളുണ്ട്. There was times when he desired for a bread, പക്ഷെ ഇപ്പോൾ ഇഷ്ടം പോലെ അവർക്ക് കഴിക്കാൻ അപ്പമുണ്ട്. but now he has plenty to eat. അവർ മീറ്റിന് വേണ്ടി കൊതിച്ച കാലമുണ്ട്. There was a time that they desired for meat, ഇപ്പൊ ഡെയിലി 24/7 അവർക്ക് മീറ്റാണ്. but now 24/7 they have meat. സ്ഥിതിയൊക്കെ ദൈവം മാറ്റി. God changed the situation. ഇത് ദൈവമല്ലേ കൊടുത്തത്? Isn't God the one who gave this? ദൈവമല്ലേ ഇസ്രായേലിന് തന്നത്? Isn't God the one that gave Israel? അങ്ങനെയാണ് ഭൗതിക ദൈവം തരും. That means that God will give the materialist things that we need. പക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. But today you need to pay attention. ദൈവം നമുക്ക് അനുഗ്രഹം തന്നാൽ, but when God gives us all the blessing, അതിൽ മയങ്ങിപ്പോയി ദൈവത്തെ മറക്കരുതെന്ന സഭയോട് ഇന്ന് പകൽ ഓർപ്പിക്കാനുള്ളത്. I would like to remind the church that when God gives you all the good things, you shouldn't be in it and forget God. അതുകൊണ്ട് വാഗ്ദത്തമുള്ളവർക്ക് എതിരെ ശത്രു എത്ര പടപൊരുതിയാലും ശത്രു തോൽക്കും. വാഗ്ദത്തമുള്ളവൻ ജയിക്കും. അവൻ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം കാണും. കാരണം വാക്കു പറഞ്ഞവൻ ഒരു മനുഷ്യനല്ല. എന്റെ സങ്കടം ഞാൻ പറയുന്നത് മനുഷ്യനോടല്ല. മാംസ നേത്രങ്ങൾ ഉള്ളവനല്ല എന്റെ ദൈവം. മനുഷ്യൻ കാണുന്നത് പോലെ കാണുന്നവനല്ല എന്റെ ദൈവം. എന്റെ ദൈവം ഇന്ന് പകൽ വിശ്വസ്തന്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ തടസ്സം ചെയ്യുവാൻ പല തന്ത്രങ്ങൾ ദുഷ്ടൻ മെനയുമ്പോൾ വാഗ്ദത്തത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ചില രോഗത്തിന്റെ തായ്വേരുകൾ, അടിവേരുകൾ ഇന്ന് പകൽ പറിച്ചതിനായി സ്തോത്രം. ചില ശത്രുവിന്റെ അടിവേരുകൾ, അടിത്തറകൾ ഇന്ന് പകൽ ഇളക്കിയതിനായി സ്തോത്രം. ഒന്നോ രണ്ടോ വാതിൽ തുറന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ചു പോകുന്നവരല്ലപ്പാ. ഇനിയും പിടിച്ചകത്തിട്ട് ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള ചിലതിന്റെ അടിത്തറകൾ ഇളക്കുന്ന അഭിഷേകത്തെ ഈ ദിവസങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ മാനിക്കണമേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വിടുതൽ തന്നിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.